ഹായ് ആർമി, ഞാൻ ജൂസനി വണ്ണിൻ്റെ 16th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡ് കുറേ ലേറ്റായി എന്നറിയാം. അതുപോലെ തന്നെ എപ്പിസോഡ് നല്ല ലെങ്ത് കുറവാണ്. കാര്യം എനിക്ക് വയ്യായിരുന്നു. ഓണത്തിന് 10 ദിവസം അവധി കിട്ടിയപ്പോൾ ഒരു വൺ ഷോട്ട് ചെയ്യണം. അതുപോലെ ജൂസനി വണ്ണിന് 2 എപ്പിസോഡെങ്കിലും ഇടണമെന്ന് ഞാൻ കരുതി. പക്ഷേ വൺ ഷോട്ട് പകുതിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ചെവിക്ക് ചെറിയൊരു പ്രശ്നം. ചെറിയ പ്രശ്നമൊന്നുമല്ല, ഇച്ചിരി വലിയ പ്രശ്നമായിരുന്നു. ചെവിക്ക് നല്ല വേദന, അതുപോലെ തന്നെ ചെവി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ മൊത്തം സീനായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറഞ്ഞത്. ഞാൻ 2 ദിവസം മുമ്പാണ് കോളേജ് വരെ പോകാൻ തുടങ്ങിയത്. അപ്പോൾ കുറഞ്ഞെങ്കിൽ പോലും അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഡിപ്പെൻ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ വീട്ടുകാർ യൂസ് ചെയ്യുന്ന കണ്ട് തന്നെ ഇപ്പം ഇറക്കി വിടും. അവർ കാണാതെയാണ് ഞാൻ എപ്പിസോഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ലെങ്ത്ത് കുറവാണെങ്കിൽ എപ്പിസോഡ് ഇട്ടില്ലെങ്കിൽ ശരിയാകില്ലെന്ന് കരുതിയാണ് ഇടുന്നത്. അപ്പോൾ ഈ ആഴ്ച തന്നെ ലെങ്ത്ത് കുറവാണെങ്കിൽ ഒരു എപ്പിസോഡും കൂടി ഇടാൻ നോക്കാം. അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് എന്തായാലും മാരേജ് എപ്പിസോഡ് ആയതുകൊണ്ട് നല്ല ലെങ്ത്ത് ഇടാതെ പറ്റത്തില്ല. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ വിമൻ ഫാൻസുകാരായിരുന്നു. ഞാൻ ഈ സ്റ്റോറി എങ്ങനെയാണ് എഴുതി അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊരു മാറ്റം ഞാൻ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ സ്റ്റോറിയായിട്ട് തന്നെ എടുക്കുക. പിന്നെ എന്തായാലും 2 എപ്പിസോഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരേജ് എപ്പിസോഡാണ്. അപ്പോൾ അറിയാം ഇവിടുത്തെ കപ്പിൾസ് ആരാന്ന്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പ് എന്തും സംഭവിക്കാതിരിക്കാം. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ടു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്. മീനാക്ഷി, നീ എന്താ ഈ പറയുന്നത്? നീ പറയുന്ന വല്ല ബോധത്തോടു കൂടിയാണോ? ഞാൻ നല്ല ബോധത്തോടു കൂടെ തന്നെയാ പറയുന്നത്. എനിക്ക് ചേർന്ന് കണ്ണു വയ്ക്കാൻ സമ്മതം. ഓ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഫുൾ കുടുംബത്തോടെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഞാനാണ് എന്തിനാ ഓക്കെ പറയാതിരിക്കുന്നത്? ഇവൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാ. പിന്നെ മീനാക്ഷി, നീ എന്തിനേക്കാളും സമ്മതിച്ചെന്ന് എനിക്കറിയത്തില്ല. നിന്നെക്കൊണ്ട് ഇവരെന്ത് പറഞ്ഞ് സമ്മതിപ്പിച്ചെന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നീ നിന്റെ കാത് തുറന്ന് കേട്ടോ. എന്റെ താലി നിന്റെ കഴുത്തിൽ വീണാന്ന് നിന്നെ നാശം ആരംഭിച്ചെന്ന് തന്നെ വിചാരിച്ചു. നിന്റെ ജീവിതം നശിച്ചെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ നീ സമാധാനം എന്താ സന്തോഷം എന്നൊന്നും ഒരു കാലത്തും അറിയാൻ പോകുന്നില്ല. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം കിട്ടിയോ? അപ്പൊ പിന്നെ എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് താലി കെട്ടിക്കോളാം. ഇതും പറഞ്ഞു കളിച്ച് പാർത്ത് അവിടെ നിന്ന് പോയി. മീനു, അവൻ പറഞ്ഞിട്ട് പോകുന്നത് നീ കാര്യമായിട്ട് എടുക്കണ്ട. ഈ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. പിന്നെ രമ്യ മീനും ഇനി തൊട്ട് ഇവിടെ നിന്നേച്ചാൽ മതി, വീട്ടിലേക്ക് പോകണ്ട. പിന്നെ ലച്ചു മീനും കല്യാണം കഴിഞ്ഞവരെ കോളേജിലേക്കും പോകണ്ട. അപ്പം എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. പിന്നെ രവിയുമായി എൻ്റെ റൂമിലേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിദ്ധുവേട്ട എന്തെവിടെ നടക്കുന്നത്? എനിക്കറിയില്ലടാ, ആകെ പിച്ച് പിടിച്ചിരിക്കൂ. അല്ല, ത്രിലോക് എന്തിയേ? ത്രിലോകേട്ടൻ മീന് പോയിന്റെ പുറകെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടി നിൽക്കുവാണ്. പിന്നെ അവൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഇവരെല്ലാം കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യണ പറ്റി ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ എന്തായാലും ഇവിടെ ഇപ്പം ഇങ്ങനെ സീൻ ഉണ്ടാകത്തില്ലായിരുന്നു. നമ്മുടെ വീട്ടുകാരുടെ കാര്യം പോട്ടെ, അവരിങ്ങനെ കാറ്റപ്പറ്റി ആലോചിച്ചു. പക്ഷെ മീനൊന്നിലെ കല്യാണത്തിന് സമ്മതിച്ചത് പിന്നെ പോർത്തേട്ടനും. എനിക്കതിനെപ്പറ്റി ആലോചിച്ചിട്ട് തലയ്ക്ക് പിച്ച് പിടിക്കുന്നുണ്ട്. പിടിക്കും, നല്ല രീതിക്ക് തന്നെ പിച്ച് പിടിക്കും. നിനക്കും നിന്റെ സിദ്ധുവേട്ടനും പിന്നെ നിന്റെ ത്രിലോകേട്ടനും പിടിക്കാതെ എവിടെ പോകാൻ. രണ്ടും കൂടെ എന്നെ നോക്കണ്ട. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ ഇപ്പോഴും തന്നോടിക്കണില്ല. ഇനിയെങ്കിലും ത്രിലോകേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്ക്, ചെയ്തു കൂട്ടിയിട്ടൊക്കെ തിരുത്താനുള്ള ടൈം ഉണ്ടെന്ന്. അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ കൂടെ ബാക്കി 3 പേരുടെ ലൈഫും കൂടെ ഇപ്പൊ നശിപ്പിക്കാൻ പോണേന്ന്. ഋതിക്, നീ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾക്കൊണ്ട് എങ്ങനെ പറയാൻ സാധിക്കുന്നേ? എനിക്ക് നിങ്ങൾ സംസാരിക്കാനുള്ള താല്പര്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ട്. ഞാൻ പോവിടുന്നു. ഈ ഋത്തിക്കിനെ കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇവനിങ്ങനെ ചെറിഞ്ഞെല്ലാം കണ്ടുപിടിക്കുന്ന എന്റെ പേടി. അവനൊന്നും കണ്ടുപിടിക്കാൻ നമ്മളോട് സമ്മതിക്കൂല. നിനക്കറിയാതെ ത്രിലോക് ചെയ്തു കൂട്ടിക്കണ കാര്യം ആരെങ്കിലും അറിഞ്ഞോളെ പ്രശ്നം. നീ പറഞ്ഞില്ലേ മീനു അതിലെ കല്യാണത്തിന് സമ്മതിച്ചെന്ന്? എനിക്ക് ഉറപ്പാണ് നമ്മുടെ വീട്ടുകാർ അവളെ എന്തൊക്കെയോ പറഞ്ഞ് നിർബന്ധിച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ചിരിക്കുന്നത്. അത് ശരിയാ. മീനുവിന്റെ മുമ്പ് രമ്യാറ്റത് കരഞ്ഞു കൊണ്ട് തന്നെ മീനു തീർന്നു. അറിയാലോ ഉള്ള കാര്യം. പക്ഷെ പാർത്തേട്ടൻ അറിയാലോ അർജുന്റെ അവളുടെ കാര്യമൊക്കെ. അർജുനോ? അതാരാ? അത് മീനു അവിടെ നിക്ക്. നീ ഇതെന്ത് ഭാവിച്ച? ഈ ചോദ്യം ഞാനല്ല നിന്നോട് ചോദിക്കേണ്ടത്. നിനക്കൊന്നും പറയാനില്ലേ?
പൊടിച്ചിട്ട് നിന്റെ പാർത്തിട്ടെന്നെ കല്യാണം ഉറപ്പിച്ചത്. നീ അവരെ സമ്മതിക്കുകയും ചെയ്തു. അതിനിപ്പോ എന്താന്നോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? അതുകൊണ്ട് നീ പറ. എടി നിന്റെ അർജുനായിട്ട് റിലേഷൻഷിപ്പ് അതാണോ നിന്റെ പ്രശ്നം? എടി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ അർജുനായിട്ടിനെ സ്നേഹിച്ചിട്ടില്ലേ? നീ പാർത്തിട്ടിനെ സ്നേഹിച്ചിട്ടില്ലേ? എന്താ നിനക്കൊന്നും പറയാനില്ലേ? നീരു അതുപോലെയല്ല ഇത്. അതുപോലെ തന്നെ ഇത്. നീ പാർത്തേട്ടനെ സ്നേഹിച്ച പോലെ തന്നെ ഞാൻ അർജുനേട്ടനെ സ്നേഹിച്ചത്. നിനക്ക് പാർത്തേട്ടനെ വേണ്ടത് വെച്ച് ത്രിലോകത്തിനെ കെട്ടാക്കി എനിക്ക് അർജുനേട്ടനെ വേണ്ടത് വെച്ച് പാർത്തേട്ടനെ കെട്ടാം. നിനക്ക് എന്തുവാകാം, എനിക്കൊന്നും ആകാൻ പാടില്ല. ഞാനെന്തിനെ കല്യാണം വേണ്ടെന്ന് വെക്കുന്നത്? എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ ഏറ്റവും നല്ല പ്രപ്പോസൽ ഇത്. അത് ഞാൻ എന്തിനാ കളഞ്ഞു കൊടുക്കുന്നത്? മകേഷ് ഗ്രൂപ്പിന്റെ സിഇഒ പാർട്ടി മകേഷിന്റെ വീട്ടുകാർ സ്വന്തം മകന് വേണ്ടിയിട്ട് ഒരു വീട്ടു ജോലിക്കാരൻ മകളെ കല്യാണം ആലോചിക്കുന്നു. നീ തന്നെ പറ, എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാൻ ഏറ്റവും നല്ല പ്രപ്പോസൽ അല്ലേ ഇത്? ഞാൻ ഇത് വേണ്ടെന്ന് വരുന്നത് ശരിയാണല്ലോ? നീ തന്നെ പറ. നീ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ നീ ചെയ്യുന്നൊക്കെ ശരിയാണോ? എന്റെ അവസ്ഥ അങ്ങനെയാ. എന്താ നിന്റെ അവസ്ഥ? അതെനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. ഓക്കെ, നീ പറയണ്ട. പക്ഷെ നീ ഒരു കാര്യം മാത്രം ഓർത്തോ, നീ തിരോഗേട്ടനെ കിട്ടാൻ നിനക്ക് ഒരിക്കലും നിന്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിനക്കോ മീനു ലച്ചുവിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോയി. നീ എന്തായി ചെയ്യുന്ന പറയുന്നൊക്കെ? നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ മീനു അർജുനും പറഞ്ഞ ചെറുക്കനോട് റിലേഷൻഷിപ്പിലാണ്. മീനുവിന് ആ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ത്രിലോകേട്ടൻ അറിയുകയും ചെയ്തു. ത്രിലോകേട്ടൻ അവളെ കുറെ ഉപദേശിച്ചു. പക്ഷെ അവൾ ഭയങ്കര സീരിയസ് ആയിരുന്നു. പിന്നെ ത്രിലോകേട്ടൻ പോയി ആ ചെറുക്കനെ കണ്ട് സംസാരിച്ചു. ത്രിലോകേട്ടൻ പറഞ്ഞു നല്ല ചെറുക്കനാണ്. പിന്നെ ത്രിലോകേട്ടൻ അവരെ കാട്ടി ഓക്കെയും പറഞ്ഞു. ഭാവിയിൽ അവരെ കാര്യം വീട്ടിൽ പറഞ്ഞ് സെറ്റാക്കാമെന്ന് അവൾക്ക് വാക്ക് വരെയും കൊടുത്തിരുന്നു. ത്രിലോകേട്ടൻ സപ്പോർട്ട് ചെയ്തത് പിന്നെ വീട്ടിൽ സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തുകൊണ്ട് അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ അവൾക്കിപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പാർത്തേട്ടൻ്റെ കല്യാണത്തിന് അവൾ എന്തിനാ സമ്മതിച്ചത്? അത് സിമ്പിൾ അല്ല, ഋത്തിക്ക് പറഞ്ഞു തന്നെ. അവളെ കൊണ്ട് ഇവരെല്ലാവരും കൂടെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചു വേണം. പ്രത്യേകിച്ച് നിന്റെ അച്ഛാമ്മ. ആ കാര്യം നിന്റെ അച്ഛമ്മനെ വിലാൻ ആരെ കൊണ്ടും പറ്റില്ല. പിന്നെ നിർമ്മല കുഞ്ഞമ്മയും കൂടി കാണും. അതും പോരാണ്ട് രമ്യ ആൻറ്റിയും പറഞ്ഞു കാണും. രമ്യ ആൻറ്റി എന്തെങ്കിലും പറഞ്ഞ് കരഞ്ഞു കാണിച്ചാൽ പിന്നെ അവൾ വീണല്ലോ. അത് തന്നെയാ സത്യം. ശരിയാ. ഇതിപ്പോൾ ത്രികോണപ്രണയം മാറി ഫോർഗോണപ്രണയമായി, ഫോർഗോണപ്രണയം മാറി ഇപ്പം ഫൈഗോണപ്രണയത്തിലായി നിൽക്കുക. ശരിയാ, ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണല്ലോ. മീനു നീ ഇതെന്ത് ഭാവിച്ച? ചേട്ടൻ ലജ്ജുവിന് വേറെ ഒരു പണിയില്ല. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. ആടി, എനിക്ക് അവൾക്ക് ഒരു പണിയില്ല. അതോടെ നിന്റെ അടുത്ത് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മീനു, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ എന്നെങ്കിലും ദേഷ്യം പിടിപ്പിക്കല്ലേ, അത് നിനക്ക് നല്ലതിനല്ല. ദേഷ്യം പഠിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ആ ദേഷ്യം മുഴുവൻ പാർട്ടിയോട് തീർക്കുമല്ലേ? ഓ, അവനാട്ടിന്ന് കല്യാണം ഉറപ്പിച്ചപ്പോ തന്നെ നീ അവന്റെ സപ്പോർട്ട് പറയാൻ തുടങ്ങിയ? ആ തുടങ്ങി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റും. മീനു, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നല്ല ദേഷ്യം വരുന്നുണ്ട്. പൊന്നു മോളെ, നിനക്കവനെ കെട്ടാന വല്ല പരിപാടിയെങ്കിൽ അന്നാലും നിന്റെ സ്വഭാവം അറിയും. എന്നാ നിങ്ങൾ കാല് തുറന്ന് തന്നെ കേൾക്കും. ഞാൻ പാർട്ടിനെ കെട്ടാൻ തന്നെയാ പോകുന്നത്. മീനു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്? എനിക്കറിയാം, ഇവിടെ എല്ലാവരും കൂടി നിന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ചേന്ന്. രമ്യന്റെ നിന്നെ നിർബന്ധിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, നിന്റെയും പാർട്ടിനെയും കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും. ത്രിലോകനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ത്രിലോകം ചെയ്യും. ഞാൻ എന്തായാലും പാർട്ടിനെ കെട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കും. സിബു, എനിക്ക് തലയ്ക്ക് പിച്ച് പിടിക്കുക. ആ മീനുവിനെ പിച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. എടാ നീ കൂളാകു. ഞാൻ എങ്ങനെ കൂളാകേണ്ടത്? ഈ ഓടെല്ലാം കൂടെ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്? എനിക്ക് ഉറപ്പാ ഇതിന് പുറകെ എന്റെ പൊന്നാര അച്ചാമ്മ തന്നെയാ. നീ പറഞ്ഞു ശരിയാ, ഇതിന് പുറകെ വെല്ലുവിളിച്ചായിരിക്കും. ആയിരിക്കുമല്ല, ആണ്. ഇതിന്റെ പുറകെ അച്ചാമ്മയുടെ പ്ലാൻ തന്നെയാ. ഈ ഓൾഡെല്ലാം കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്യട്ടെ, അതെനിക്കൊരു മാറ്ററേ അല്ല. പക്ഷേ ഈ മീനു ഇത് ഭാവിച്ച. എടാ ഇവരൊക്കെ മീനുവിനോട് എന്തൊക്കെയോ പറഞ്ഞ് നിർബന്ധിച്ച് കല്യാണത്തിൽ സമ്മതിപ്പിച്ചിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പാ. അല്ലാതെ അവൾ ഒരിക്കലും കല്യാണത്തിൽ സമ്മതിക്കത്തില്ല. അത് ശരിയാ, അവളുടെ മുന്നിൽ കിടന്ന് ഇവരെല്ലാം കൂടെ എന്തെങ്കിലും ഡ്രാമ കളിച്ചു കാണും. കൂടെ രമ്യ അന്യം കൂടി കാണും. അവളൊരു ഇമോഷൻ ഫൂളാ.
അവളുടെ മുന്നിൽ കിടന്ന് ആരെന്ത് ഡ്രാമ കളിച്ചാലും അവളത് വിശ്വസിക്കും. കൂടെ 2 തുള്ളി കണ്ണുനീരും കൂടെ പോയിച്ചാൽ പിന്നെ എല്ലാം ഓക്കെ. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടുകാരെ കാര്യമില്ലേ. പക്ഷെ എനിക്ക് ഒരേ ഒരു കാര്യം അറിയാൻ പാടില്ലാത്ത, പാർത്ഥന്റെ ഈ കല്യാണത്തിന് സമ്മതിച്ചതാ. അവന് ലച്ചുവിനല്ല ഇഷ്ടം, അവന് മീനുവിനാണ് കണ്ണെടുത്ത കണ്ടുകൂടെ. പിന്നെ അവൻ എന്തിന്റെ കല്യാണത്തിന് സമ്മതിച്ചത്? അവൻ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്.